കൂടാതെ നമ്മൾ ഇന്നത്തെ യുവജനങ്ങളുടെ ക്ലാസ് ആയതുകൊണ്ട് ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരു കഥയ്ക്കകത്ത് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനകത്ത് വളരെ പ്രസക്തമായ, അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന ഒരു സത്യമുണ്ട്. അത് കഥയായിട്ടാണ് ഞാൻ പറയുന്നതെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ അതിനകത്ത് ഗൗരവമായ ആ സത്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് സാംശീകരിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുക, ഒരു വലിയ കനൽക്കുണ്ടം അല്ലെങ്കിൽ തീ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ മറു സൈഡിൽ നിങ്ങൾ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ആ തീക്കുണ്ടത്തിനപ്പുറത്തേക്ക് ചാടാനായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ചാടാനായിട്ട് കഴിയും? ഒരു തീക്കുണ്ടം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു, അതിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾ നിൽക്കുന്നു, മറുഭാഗത്തേക്ക് ചാടാനായിട്ട് നിങ്ങളോട് ആജ്ഞാപിച്ചാൽ, നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ചാടാൻ കഴിയും എന്നുള്ളവരൊന്ന് കൈ ഉയർത്തിയാണ്. കഴിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ചാടാത്തത്? അത് തീ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ആ തീയുടെ അപ്പുറത്ത് നിങ്ങളുടെ കുഞ്ഞോ നിങ്ങളുടെ സഹോദരനോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വലിയ തീ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് പ്രശ്നം അല്ലാതാകുന്നത്? എന്തുകൊണ്ടാണ് പ്രശ്നം അല്ലാതാകുന്നത്? തീക്കപ്പുറത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് അവിടെയുണ്ട്, അല്ലേ? നിങ്ങളുടെ പ്രിയപ്പെട്ട ഒന്നിനെ നിങ്ങളുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കാൻ, അതിനെ നേടിയെടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും തീ പ്രശ്നമല്ലാതാകെ മാറുകയാണ്, അല്ലേ? സത്യമല്ലേ? സത്യമല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, ഈ തീ ഒന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ ആവശ്യം നമ്മുടെ അപ്പുറത്തുണ്ടെങ്കിൽ. അപ്പോൾ യൗവനക്കാരായിരിക്കുന്ന CYF-ലെ അംഗങ്ങളായിരിക്കുന്ന ശുശ്രൂഷകന്മാരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും തീ ഒരു പ്രശ്നമല്ലാതെയായി മാറണം, അതിനപ്പുറത്ത് നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ. അങ്ങനെ ആവശ്യമുള്ള പ്രിയപ്പെട്ടവരൊന്ന് കൈ ഉയർത്തിയാണ്ട്, ആ തീയുടെ അപ്പുറത്ത് എൻ്റെ ആവശ്യമുണ്ട്, ആ ആവശ്യത്തെ എനിക്ക് നേടിയെടുക്കാനായിട്ട് കഴിയണം എന്ന ആഗ്രഹം നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ നല്ല മനുഷ്യനാക്കി മാറ്റാനായിട്ട് കഴിയും. ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, നമ്മുടെ സോനു സാറ് ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു. നിങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണമെന്ന് ഈ സിസ്റ്റർ പറഞ്ഞു. ഒരു മറുപടി ഇതായിരുന്നു, ഐ ആം യുണീക്ക്, അല്ലേ? എന്താണ് ഈ ഐ ആം യുണീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പറഞ്ഞേ, എന്താണ് ഐ ആം യുണീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത്? പറഞ്ഞേ. മലയാളം എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? ഈ മലയാള ഭാഷയുടെ പ്രത്യേകതയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? മലയാള ഭാഷയുടെ ശ്രേഷ്ഠത നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളത്തിൽ ഐ ആം യുണീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ വ്യത്യസ്തത, അല്ലേ? വ്യത്യസ്തത എന്ന് പറയുന്ന പദത്തേക്കാൾ അല്പം കൂടെ മനോഹരമായ ഒരു പദം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അദ്വിതീയൻ. പിന്നെ വേറെ ഒരു പദം പറഞ്ഞേ, അതുല്യത, അല്ലെ? അതുല്യത. പിന്നെ ഒരു അസാധാരണത്വം, നിസ്തുല്യത. അപ്പോൾ ശ്രദ്ധിച്ചേ, ഐ ആം യുണീക്ക് അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്ന് നമുക്ക് സ്വയം ഒരു തോന്നലുണ്ടാകണം. ഞാൻ ആരാണ്? അതുല്യനാണ്. എന്നോട് പകരം വെക്കാനായിട്ട് മറ്റൊന്നുമില്ല. അതിനെയാണ് നമുക്ക് അതുല്യൻ അല്ലെങ്കിൽ അസാധാരണത്വമുള്ളവൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിന്ന് അതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു പാസ്റ്ററൽ മെസ്സേജ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഇരിക്കരുത്. അതോടൊപ്പം തന്നെ ഒരു യുവജനങ്ങളോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ആ ഒരു സന്ദേശം ശ്രവിക്കുന്ന ലാഘവത്തോടെ അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ ഈ സന്ദേശത്തെ ശ്രദ്ധിക്കാനായി. അപ്പോൾ ഞാൻ രണ്ട് നിർവചനങ്ങൾ, ഐ ആം യുണീക്ക് എന്ന് പറയുന്ന പദത്തിന് രണ്ട് ഡിക്ഷണറിയിൽ നൽകിയിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങളോട് ഞാൻ പ്രാരംഭത്തിൽ പറയാം.
ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: ബീയിങ് ദി ഓൺലി വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വർഗമായിരിക്കുക. അതാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ യുണീക്ക് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്. അത് വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറിയിൽ പറയുന്ന ഒരു പദമാണ്: സമാനമോ തുല്യമോ ഇല്ലാത്തതും അതിൻ്റെ ക്ലാസ്സിലോ തരത്തിലോ മറ്റെല്ലാവരിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയുന്നതുമാണ് അതുല്യത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന പ്രത്യേകതകൾ നമ്മളിലുണ്ട്. നമ്മളൊക്കെ എങ്ങനെയാണ് അതുല്യനായി തീരുവാനായിട്ട് കഴിയുന്നത്? അതുല്യനായി തീരുവാനുള്ള കഴിവെന്തൊക്കെയായിരിക്കും? നിങ്ങൾ പറഞ്ഞു. അതുല്യനായി തീരുവാനുള്ള കഴിവുകൾ എന്തൊക്കെയാണ്? നമ്മളിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്, അല്ലേ? നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, എന്താണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത? എന്താ പറഞ്ഞേ? സാറ് ക്ലാസ് എടുക്കാൻ വന്നു, സാറങ്ങ് പറഞ്ഞാൽ പോരെ, അല്ലേ? ഞങ്ങൾക്ക് അതൊന്നും ബാധകമല്ല, ഞങ്ങൾ കേട്ടെടുത്തോളാം, അങ്ങനെ ഒരു മനോഭാവം വേണ്ട. എന്താണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ? പറഞ്ഞേ. പേഴ്സണാലിറ്റി. വാട്ട് ഈസ് പേഴ്സണാലിറ്റി? എന്താണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ? പറഞ്ഞേ. നിങ്ങൾക്ക് വ്യക്തിത്വം ഒന്നുമില്ലേ? എന്താ വ്യക്തിത്വം? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു നിർവചനം പറഞ്ഞു. വാട്ട് ഈസ് പേഴ്സണാലിറ്റി? അത് നമ്മൾ പരാജയപ്പെടുമെന്ന് തോന്നുന്നല്ലേ? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. നമുക്കറിയാം, നമ്മുടെ വ്യക്തിത്വം വികസിക്കുന്നത് നമ്മൾ ജനിച്ച സമയം മുതൽ ആ വ്യക്തിത്വത്തിൻ്റെ വളർച്ച ആരംഭിക്കുകയാണ്, അല്ലേ? നമ്മൾ ജനിച്ച നാൾ മുതൽ നമ്മുടെ വ്യക്തിത്വ വികസനം ആരംഭിക്കുകയാണ്. ആ വ്യക്തിത്വ വികസനം ആരംഭിക്കുന്നത് ഓരോ നല്ലതും ചീത്തയുമായ, അതോടൊപ്പം തന്നെ വിജയങ്ങളും പരാജയങ്ങളും ശക്തിയും ബലഹീനതകളും എല്ലാം ഒരുമിച്ച് നമ്മളിൽ വന്നു ചേരുമ്പോഴാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ വ്യക്തിത്വം വളരുന്നത് എങ്ങനെയാണ്? ജനിച്ച നാൾ മുതൽ നമ്മുടെ വിജയ പരാജയങ്ങൾ, നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ എല്ലാം നമ്മളിൽ വന്ന് കൂടുമ്പോൾ നമ്മുടെ വ്യക്തിത്വം വെളിപ്പെട്ട് വരികയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ആരാകാൻ കാരണമാകുന്നു നിങ്ങളുടെ അറിവിൻ്റെ തലങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ എപ്പോഴും എന്ത് ചെയ്യും? വളർച്ചയുടെ പാതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അപ്പോൾ നമ്മളിൽ ഉള്ള വ്യക്തിത്വവും അതോടൊപ്പം തന്നെ നമ്മളെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളും. നമ്മുടെ വ്യക്തിത്വം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ നമ്മളെ യുണീക്ക് ആക്കുന്ന ചില കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ മുൻപ് പറഞ്ഞിട്ട് നമ്മുടെ ദൈവവചനത്തോടുള്ള ചില ചിന്തകളോട് പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ, നമ്മളെ ഒരു അതുല്യനാക്കി മാറ്റാൻ കഴിയുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ ജനിതക ഘടനയാണ്. എന്താണ് ജനിതക ഘടന എന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? നമ്മുടെ ശരീരത്തിലുള്ള DNA, അല്ലേ? DNA-യുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ശ്രദ്ധിച്ചേ, DNA നമ്മളിലേക്ക് പകരപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന്, മാതാക്കളിൽ നിന്ന്. അപ്പോൾ ശ്രദ്ധിച്ചേ, നമ്മുടെ DNA-യുടെ ഘടന അല്ലെങ്കിൽ നമ്മുടെ ജനിതക ഘടന, നമ്മുടെ ജനറ്റിക്സ് എന്ന് പറയും. അപ്പോൾ നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ഒന്ന് നമ്മുടെ ജനിതക ഘടനയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായ സവിശേഷതകളാണ്. നമ്മുടെ ശാരീരിക സവിശേഷതകൾ എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളും ശാരീരികമായി ഒരുപോലെയല്ല. ആണോ? നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും ശാരീരികമായി ഒരുപോലെ ഉള്ളവരാണോ? അപ്പോൾ നമ്മളാക്കുന്നത് നമ്മുടെ ജനിതക ഘടന,
വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട്, നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, നമ്മുടെ ശാരീരികമായ ഘടന നമ്മളെ വ്യത്യസ്തരാക്കി മാറ്റുന്നു. അതിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉയരം, ശരീരത്തിൻ്റെ വണ്ണം, ഇതെല്ലാം വ്യത്യാസമാണ്. പിന്നെ ചിലരെ നോക്കിയാൽ കണ്ണിൻ്റെ സൗന്ദര്യം വ്യത്യസ്തമാണ്. ചിലർക്ക് റയർ കേസുകളിൽ വരുന്ന നീല കണ്ണുകളുള്ളവരുണ്ട്, ചിലർക്ക് കണ്ണുകളിൽ ഇരുനിറമുള്ളവരുണ്ട്, കണ്ണിൻ്റെ ഭാഗത്ത് ഇരുനിറങ്ങളുള്ളവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മുടെ ഫിംഗർ പ്രിന്റ് നമുക്ക് മാത്രമുള്ളതാണ് അല്ലേ? നമ്മുടെ ബ്രെയിൻ നമുക്ക് മാത്രമേ ഉള്ളൂ, മറ്റൊരാൾക്കും അത്തരം ഫിംഗർ പ്രിന്റുകളില്ല. മറ്റൊരാൾക്കും നമ്മുടെ ബ്രെയിൻ വേറൊരാൾക്കില്ല. അപ്പോൾ ശ്രദ്ധിച്ചേ, അപ്പോൾ ഒന്ന് നമ്മളാക്കുന്നത് ഒന്ന് ജനിതക ഘടനയാണ്, രണ്ട് നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, മൂന്ന് നമ്മുടെ വ്യക്തിത്വമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ വ്യക്തിത്വം. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? എന്തോ മനോഭാവം എന്ന് പറഞ്ഞാൽ, എന്തോ മനോഭാവം എന്ന് പറഞ്ഞാൽ പറയാമോ? നമ്മുടെ മനോഭാവം അതായത് ഞാൻ പറയാം, ഒരു വ്യക്തിയുടെ പെരുമാറ്റം ഒരാൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളിൽ പ്രതിഫലിക്കുന്ന ഒന്നിനെ പറയുന്ന പേരാണ് മനോഭാവം. ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി പ്രദർശിപ്പിക്കുകയാണ്. ആ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ? ഞാൻ എന്നെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അതിനോടുള്ള റെസ്പോൺസ് ഉണ്ട്. അതിനെയാണ് മനോഭാവം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മളാക്കി തീർക്കുന്നത് പലപ്പോഴും എന്താണ്? നമ്മുടെ മനോഭാവങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു കാറ് കണ്ടാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടാൽ നമ്മളുടെ മനോഭാവം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശ്രദ്ധിച്ചേ, നമ്മളാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഒന്ന് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് അതിനകത്ത് തന്നെ, മനോഭാവത്തിനകത്ത് തന്നെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ മനോഭാവത്തിനകത്ത് പ്രധാനമായും 3 കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ശുഭാപ്തി വിശ്വാസം. നമ്മളോട് തന്നെ തോന്നുന്ന ഒരു വിശ്വാസമുണ്ട് അല്ലേ? ഏതോ ഒരു സഹോദരി പറഞ്ഞു, നമ്മളെ കുറിച്ച് തന്നെ ഉണ്ടാകേണ്ട ചില ചിന്താഗതികൾ അല്ലേ, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഏതോ ഒരു സഹോദരിമാർ ആരും പറഞ്ഞു അല്ലേ? എന്താണ് നമുക്ക് തന്നെ ഉണ്ടാകേണ്ട ഒന്നാണ് ശുഭാപ്തി വിശ്വാസം. രണ്ടാമത്, ഈ മനോഭാവത്തിനകത്ത് വരുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിഷേധാത്മകമായ മനോഭാവമാണ്. നിഷേധാത്മക മനോഭാവമാണ്. എന്താണ് നിഷേധാത്മക മനോഭാവം എന്ന് പറഞ്ഞാൽ? എന്താണ് നിഷേധാത്മക മനോഭാവം എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം നമ്മളോട് ഒരാളോട് പറഞ്ഞു, അല്ലെ നമ്മുടെ അധ്യാപകൻ പറഞ്ഞു, നമ്മുടെ പേരൻസ് നമ്മളോട് പറഞ്ഞു, പക്ഷേ ആ പറഞ്ഞ കാര്യത്തോട് മുഖം തിരിച്ചു നിൽക്കുക, അല്ലെങ്കിൽ അത് കേൾക്കാതിരിക്കുക. പാസ്റ്റർ ഒരു കാര്യം പറയുന്നു, മാതാവ് ഒരു കാര്യം പറയുന്നു, നമ്മുടെ സഹോദരങ്ങൾ ഒരു കാര്യം പറയുന്നു, പക്ഷേ അതിനോട് നമ്മൾക്ക് എന്ത് തോന്നുകയാണ്? പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഇല്ലാതെ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്ന മനോഭാവം, അതിന് പറയുന്ന പേരാണെന്ത്? നിഷേധാത്മക മനോഭാവം. അപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ എന്തായിരുന്നു? ശുഭാപ്തി വിശ്വാസം. 2, നിഷേധാത്മക മനോഭാവം. ഏതിനകത്ത് വരുന്നതാണത്? നമ്മുടെ മനോഭാവത്തിന്റെ തലത്തിൽ വരുന്ന രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യമുണ്ട്, ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ. ഇപ്പോൾ നമ്മളോടൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ജോവേലിനോട് പറഞ്ഞു, എഴുതാൻ പറഞ്ഞു. അപ്പോൾ ജോവേലിന്റെ കഴിവ് എന്താണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ ജോവേല് ഒരു കഴിവും ഇല്ല എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നുന്ന
ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മയുടെ റെസ്പോൺസാണ്. പക്ഷേ ജോവലിനെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ജോവലിൽ അന്തർലീനമായിരിക്കുന്ന ഒട്ടനവധി കഴിവ് നമുക്ക് കാണാനായിട്ട് പറ്റില്ലേ? നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അല്ലേ, പേഴ്സണാലിറ്റി, മറ്റ് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മളാക്കുകയായിരുന്നു അല്ലേ? സത്യമല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, അപ്പോൾ നമ്മുടെ മനോഭാവവും വളരെ പ്രധാനമാണ്. നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാകണം എന്നുള്ള ചിന്തകൾ. പിന്നെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വീക്ഷണം അല്ലെ? വീക്ഷണം. നമ്മുടെ വീക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. എൻ്റെ വീക്ഷണമായിരിക്കില്ല നമ്മുടെ വിക്ടർ സാറിന്, സോനു സാറിന്, പിലിപ്പച്ചായന്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ വീക്ഷണങ്ങളുണ്ട്. ഉദാഹരണം പറയാം. നമ്മുടെ ഈ ചർച്ചിന് തൊട്ടടുത്ത് ഒരു കൊലപാതകം നടന്നെന്ന് വിചാരിക്കുക, രാഷ്ട്രീയ കൊലപാതകമാണെന്ന് വിചാരിക്കുക. അത് മനോരമ പത്രമാണ്, ഒരു കോൺഗ്രസ്സുകാരനാണ് മരിക്കുന്നതെങ്കിൽ മനോരമ പത്രക്കാരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ആരെങ്കിലുമാണ് പ്രതികളെങ്കിൽ നിശീതമായി അവരെ വിമർശിക്കും. എന്തുകൊണ്ടാണ്? മനോരമ പത്രത്തിന്റെ വീക്ഷണം എപ്പോഴും എന്താണ്? വലതുപക്ഷ ചിന്താഗതിയാണ്. അതൊരു ദേശാഭിമാനിയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഏതു തരത്തിലായിരിക്കും? ഒരു കോൺഗ്രസ്സുകാരനാണ് പ്രതിയെങ്കിൽ ഏത് രീതിയിലായിരിക്കും അതിനെ വീക്ഷിക്കുന്നത്? എങ്ങനെയായിരിക്കും വീക്ഷിക്കുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലായിരിക്കാം. ഇനി മറ്റേതെങ്കിലും ജനയുഗമാണെങ്കിലോ അത് BJP അനുകൂലിക്കുന്ന തലത്തിലായിരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീക്ഷണത്തിലേക്ക് അവർ പോയത്? എന്തുകൊണ്ടായിരിക്കും? പറഞ്ഞേ, എന്തുകൊണ്ടായിരിക്കും? ഇവർക്ക് മൂന്ന് കൂട്ടർക്കും ഇവരുടേതായ രാഷ്ട്രീയ വീക്ഷണബോധമുണ്ട്. അപ്പോൾ നമുക്കും ഉണ്ടാകണം എന്ത്? വ്യത്യസ്തമായ വീക്ഷണം. നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരാകത്തുക എന്തായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ക്ലാസ് ഒന്നായിരുന്നു, പക്ഷേ നമ്മൾ വ്യത്യസ്തരായിരുന്നത് കൊണ്ട് അതിൻ്റെ വീക്ഷണത്തെ നമ്മൾ വ്യത്യസ്തമായ ഗണത്തിലായിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എല്ലാവരും കൂടെ ഒരു സിനിമ കാണുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണഗതികൾ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ നമ്മളാക്കുന്നത് നമ്മുടെ വീക്ഷണങ്ങളും നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല നമ്മുടെ ശീലങ്ങൾ, ഹാബിറ്റ്സ്. ശ്രദ്ധിച്ചേ, നമ്മളെ അതുല്യനാക്കുക അല്ലെങ്കിൽ നമ്മളെ വ്യത്യസ്തനാക്കുക എന്നതിനർത്ഥം നമുക്കെല്ലാവർക്കും നമ്മുടേതായ ശീലങ്ങൾ നമ്മളിലുണ്ട്. ആ ശീലങ്ങളൊക്കെ നമ്മൾ ആർജിച്ചെടുത്ത് ഇവിടെ നിന്നാണ്. നമ്മളിലുള്ള ശീലങ്ങൾ നമ്മൾ സ്വീകരിച്ചത് ഇവിടെ നിന്നൊക്കെയാണ്. പറഞ്ഞേ, സഹോദരിമാർ പറഞ്ഞു, നമ്മളിലുള്ള ശീലങ്ങൾ നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്ന്? പറഞ്ഞേ, എവിടെ നിന്നാണ്? പേരൻസിൽ നിന്ന്. പേരൻസിൽ നിന്ന് മാത്രമാണോ നമ്മുടെ ശീലങ്ങൾ നമ്മൾ സ്വീകരിച്ചത്? എങ്ങനെ? സമൂഹത്തിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്ന്. ഇനി സഹോദരന്മാർ പറഞ്ഞു, നമ്മുടെ ശീലങ്ങൾ നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? എവിടെ നിന്ന്? പറഞ്ഞേ, നമ്മളുടെ ശീലങ്ങൾ, നമുക്ക് ശീലം, നമുക്ക് ഹാബിറ്റില്ലേ? ഒരു ഹാബിറ്റില്ലേ? ഉണ്ട്. എവിടെ നിന്നാണ് നമ്മൾ സ്വീകരിച്ചത്? നമ്മുടെ സുഹൃത്ത് വലയത്തിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, സഭയിൽ നിന്ന്. അപ്പോൾ ശ്രദ്ധിച്ചേ, അപ്പോൾ നമ്മുടെ സഭാതലത്തിൽ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ചില സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ പേരൻസ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ചില സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ അറിവിൽ നിന്ന് ആർജിച്ചെടുത്ത നമ്മുടെ പരന്നുള്ള വായനയിൽ നിന്ന്, നമുക്കിന്നില്ലാത്തതും അതാണ്. വായനാശീലമുള്ളവരെ കൈവകി
ശ്രദ്ധിച്ചേ, നമ്മുടെ വായനാശീലം നമുക്ക് വർദ്ധിക്കണം. അതൊരു ഹാബിറ്റായി മാറാനായിട്ട് നമുക്ക് പറ്റണം. ഈ ന്യൂ ലൈഫിന്റെ ഈ CYFന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ CYFന്റെ ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് അതിശയം തോന്നും. ന്യൂ ലൈഫിന്റെ ഞാൻ ന്യൂ ലൈഫുകാരനല്ല, പക്ഷേ ഞാൻ CYFന്റെ ഒരു പ്രൊഡക്റ്റാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു അഭിമാനമുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ CYF എന്ന് പറയുന്ന സംഘടനയുടെ അല്ലെങ്കിൽ ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ചർച്ചിന്റെ പ്രാരംഭകാലത്ത് CYF എന്ന് പറയുന്ന യൂത്ത് മീറ്റിങ്ങിൽ ഞാൻ ഒട്ടനവധി പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചേ, അപ്പോൾ എന്നെ ഈ നിലയിൽ എന്നെ മോൾഡ് ചെയ്ത് എടുത്തതിൻ്റെ പിന്നിൽ CYF എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് പങ്കുണ്ട്. സ്വന്തം പറഞ്ഞു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ശീലങ്ങൾ, അത് ശീലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദിവസം പല്ല് തേക്കുന്നു, അത് ശീലമാണ്, അല്ലേ? പല്ല് തേക്കാതെ ആരും വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ പല്ല് തേക്കാതെ വരാതിരുന്നത്? പല്ല് തേക്കുന്നത് നമ്മുടെ ശീലമായിരുന്നു. ഇപ്പൊ പിന്നെ മാസ്ക് ഒക്കെ ധരിക്കുന്നുണ്ട്, പല്ല് തേച്ചില്ലെങ്കിലും പ്രശ്നമില്ലെന്നുള്ളൊരു ധാരണയാണ്, അല്ലേ? ആ ധാരണ തെറ്റാണ്. അതൊരു നല്ല ശീലമാണ്, അല്ലേ? ഏത്? പല്ല് തേക്കുന്നത് നല്ല ശീലമാണ്. നമ്മൾ എന്നും രാവിലെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശീലം നമ്മൾ തന്നെ എടുത്തിട്ടുള്ളതുണ്ട്. അപ്പോൾ വായന ഒരു ശീലമായിട്ട് മാറണം. വായിച്ചില്ലെങ്കിൽ വളയും, വായിച്ചാൽ വളരും. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇതൊരു ശീലമാക്കി മാറ്റാനായിട്ട് നമുക്ക് പറ്റണം. ഞാൻ പറയാം, ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പുസ്തകം ഞാൻ വായിച്ചു. ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ അവസരം കിട്ടി. എൻ്റെ സമയങ്ങൾ ഞാൻ ചിലവഴിച്ചത് പുസ്തകങ്ങൾ വായിച്ചായിരുന്നു. ഒരുപാട് പുസ്തകം എൻ്റെ മക്കളുടെ ഇരിപ്പുണ്ട്. ഞാൻ കൂടുതൽ പുസ്തകം വായിക്കാനായിട്ട് സമയം ചിലവഴിച്ചു. അതൊരു ഹാബിറ്റായിട്ട് മാറാൻ നമുക്ക് പറ്റണം. അപ്പോൾ ശ്രദ്ധിച്ചു, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മുടെ വായന നമ്മളാക്കുകയാണ്, നമ്മളെ വ്യത്യസ്തരാക്കി മാറ്റുകയാണ്. പിന്നെ നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, നമുക്കെല്ലാം വ്യത്യസ്തമായ IQ ഉള്ളവരാണ്, ഇല്ലേ? ബുദ്ധി വൈഭവമുള്ളവരാണ്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ നമ്മുടെ എറണാകുളത്തുള്ള ഒരു മോളെ കുറിച്ച് എന്നോട് പറഞ്ഞു. ഈ മോളെ കുറിച്ചാണ് പറഞ്ഞത്. ആ മോക്ക് IAS-കാരിയാകാനുള്ള താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാണ് IAS-കാരി ആകണമെന്നുള്ള ആ തലത്തിലേക്ക് ആ മോക്ക് ചിന്തിക്കാനായിട്ട് ചിന്ത വന്നത്? ആ മോക്ക് തന്നെ സ്വയം ഒരു തോന്നലുണ്ട്, എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്, അല്ലേ? ഞാൻ എൻ്റെ മോനോട് പറയുന്നതാണ്, അവനിപ്പോൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രമീമാംസ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുന്നത്. ഞാൻ എൻ്റെ മോനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവനെ ഉയർത്തി പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ അവനും താല്പര്യം IAS-കാരനാകണമെന്നാണ്. അവനിപ്പോഴേ പുസ്തകം വായിക്കും. 2-3 പുസ്തകം കുറച്ച് വായിച്ചു. വീഴ്ചകളിൽ നിന്ന് വിജയത്തിലേക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചു. പുസ്തകത്തിന് കുറച്ച് ഭാഗം വായിച്ചു. രാഷ്ട്രമീമാംസ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചു. അപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് നമ്മൾ പ്രേരണ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്കൊക്കെ നമ്മുടെ IQ വ്യത്യസ്തമാണ്. IQ എന്ന് പറഞ്ഞാൽ എന്താ? IQ ഇന്റലക്ച്വൽ കോഷ്യ എന്ന് പറയുന്നത്. ഇന്റലക്ച്വൽ കോഷ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ബുദ്ധി വൈഭവം വ്യത്യസ്തമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബുദ്ധിപരമായി ഒരുപാട് കഴിവുകളുള്ളവരാണ്. ആ ബുദ്ധി ഇല്ലാത്തവർ ആരെങ്കിലും ഇല്ലാത്തിട്ടുണ്ടോ? നമുക്ക് ബുദ്ധിയുണ്ട്, കുബുദ്ധിയുള്ളവരാണ്, അല്ലേ? നമുക്ക് ബുദ്ധിയുണ്ട്, കുബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഒരാള് ഒരു മോശമായ കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്താലും നമ്മൾ അതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കുന്നതിന് കാരണം എന്നാ? നമുക്ക് ആ കുബുദ്ധി ഉള്ളതുകൊണ്ടാണ്, അല്ലേ? സത്യമല്ലേ? നമ്മളൊക്കെ നല്ല കാര്യം ചെയ്താലും അതിനകത്ത് ഒരു തെറ്റായ വശം കണ്ടുപിടിക്കുന്നതിന് കാരണം എന്നാ? നമുക്ക് ബുദ്ധി കൂടിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിയില്ലാത്തവരല്ല, ആണോ? അപ്പോൾ നമ്മളാക്കുന്നത് എന്തുകൂടെ ഉണ്ട്? ബുദ്ധിയും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ സോനസാർ പറഞ്ഞു, നമുക്കെല്ലാവർക്കും എന്തുണ്ടാകണം? ലക്ഷ്യമുണ്ടാകണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇന്ന് ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. എല്ലാ മനുഷ്യനും ലക്ഷ്യമുണ്ട്. പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യൻ
പരാജയപ്പെട്ടു പോയതിന് കാരണം ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ പ്രാരാബ്ധം ഒരാളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടായിരിക്കാം. നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചാകട്ടെ, നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചാകട്ടെ, നിങ്ങൾക്കും എല്ലാവർക്കും ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ CYF-ന്റെ ഈ നമ്മുടെ ഈ മീറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ലക്ഷ്യമുള്ളവരാകുക. അപ്പോൾ ശ്രദ്ധിച്ചേ, നിങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താകണം, നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഞാൻ വേഗത്തിൽ നിർത്താം, ഞാൻ എൻ്റെ പകുതി ഭാഗത്ത് എത്തിയുള്ളൂ. പിന്നെ ഞാൻ ഒന്ന് നമുക്ക് ലക്ഷ്യമുള്ളവരാകുക. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ അതുല്യരാക്കും, നിസ്തുല്യരാക്കും. എൻ്റെ അനുഭവമായിരിക്കത്തില്ല ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരുടെയും. ഇവിടെ ഇരിക്കുന്നവരുടെ അനുഭവങ്ങളായിരിക്കില്ല എൻ്റെ അനുഭവങ്ങൾ. നമ്മുടെ അനുഭവങ്ങൾ ഒരു പക്ഷേ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം, ചീത്ത അനുഭവങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഒരാളോട് നഷ്ടത്തിൻ്റെ കഥ പറയാനായിട്ട് നമുക്ക് അവരെ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. നമ്മളെക്കാൾ വലിയ നഷ്ടത്തിൽ ഇരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും അല്ലേ? അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ വ്യത്യസ്തരാക്കുകയാണ്. പിന്നീട് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ബന്ധങ്ങളാണ്, റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മളെ അതുല്യരാക്കി മാറ്റുന്നത് നമ്മുടെ ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ബന്ധങ്ങൾ? നമ്മുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുമായുള്ള ബന്ധം, നമ്മുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ ബന്ധങ്ങളും നമ്മളാക്കുന്നുണ്ട്. പിന്നെ നമ്മളാക്കുന്നത് നമ്മളിലുള്ള സർഗാത്മകതയാണ്. എന്താ ഈ സർഗാത്മകത എന്ന് പറഞ്ഞാൽ? ക്രിയേറ്റിവിറ്റി. നമ്മളിൽ എന്തുണ്ട്? സർഗാത്മകതയുണ്ട്. ഇപ്പോൾ സഹോദരിമാരോട് ചോദിച്ചാൽ അവര് നല്ല രീതിയിൽ പാചകം ചെയ്ത് തരാം. സഹോദരന്മാരോട് ചോദിച്ചാൽ അവർക്ക് പാചകം അറിയത്തില്ലെന്ന് പറയും. കാരണം അടുക്കളയിൽ ഇതുവരെ കയറുന്നവരുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ പാചകം ഒരു സർഗാത്മകതയുടെ ഭാഗമാണ്. എന്നാൽ പാചകം മാത്രമാകരുത് നമ്മുടെ സർഗാത്മകത. നമ്മുടെ ക്രിയേറ്റിവിറ്റി മറ്റു പലതിലും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകരണങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുവാനുള്ള കഴിവായിരിക്കാം, നന്നായി പഠിക്കുവാനുള്ള കഴിവായിരിക്കാം. നല്ലൊരു ടീച്ചർ നിങ്ങളിൽ ഉണ്ടാകാം. ആ ടീച്ചറിനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട്, ഇപ്പൊ ഞാൻ പറയാം, ഇവിടെ കീബോർഡ് ഉണ്ട് അല്ലേ? മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പൊ കീബോർഡ് മാത്രമേ ഉള്ളൂ. ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പുറത്തു നിന്ന് ഒരു പാട്ടും കൂടെ വരുമ്പോൾ പുറത്തു നിന്ന് കേൾക്കുന്ന ഒരാളിന്റെ കാതിൽ അതൊരു ഹാർമണിയായി രൂപപ്പെടുന്നുണ്ട്. ഇത് ഹാർമണി എന്ന് പറഞ്ഞാൽ അതൊരു ഇമ്പമായി അല്ലേ? അവന്റെ ഹൃദയത്തിൽ ഏറ്റവും ഇമ്പമായി തോന്നുന്ന തലത്തിലേക്ക് അത് വരുന്നത് അതിൻ്റെ ക്രിയേറ്റിവിറ്റി ശ്രേഷ്ഠമായി മാറുന്നത് കൊണ്ടാണ്. ഈ കീബോർഡ് ഇവിടെ ഇരിപ്പുണ്ടെങ്കിലും ആ കീബോർഡ് വായിക്കാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിലും ആ ആളിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഇപ്പൊ സോര് കഴിഞ്ഞ ദിവസം കുറച്ച് സമയം കൊണ്ട് ഒരു പാട്ട് എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ആ ആളിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി അതിനെ പുറത്തു കൊണ്ടുവരികയാണ്. ശ്രദ്ധിച്ചേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചേരുമ്പോഴാണ് നമ്മൾ യുണീക്കാണെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മളിലുള്ള ഹ്യൂമറുണ്ട്, നമ്മളിലെ രുചികളുണ്ട്, അഭിരുചികളുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ്. അതിനോട് ചേർന്ന് ഞാൻ ബൈബിളിലെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് എനിക്ക് ലഭിച്ച സമയം ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിച്ചേ. 1 ശമൂവേലിന്റെ പുസ്തകം 10:9 വായിച്ചു. ശ്രദ്ധിച്ചേ. നമ്മളിവിടെ വായിച്ചൊരു വാക്യം ഒന്നുകൂടെ വായിച്ചോളെ. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പദമുണ്ട്, God has transformed the life of Shaul. ശ്രദ്ധിച്ചേ. അപ്പോൾ നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന
വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. അത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ നമ്മളാക്കി രൂപാന്തരപ്പെടുത്താൻ ആർക്ക് മാത്രമേ കഴിയൂ? ദൈവത്തിന് കഴിയും. അപ്പോൾ നമ്മൾ വ്യത്യസ്തരാകുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് ഒരുപാട് കഴിവുകൾ ദൈവം തന്നു കഴിഞ്ഞു. പക്ഷേ ഇവിടെ പറയുകയാണ്, ശമൂവേലിനെ ശൗൽ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു ഹൃദയം കൊടുത്തു. അപ്പോൾ നമുക്കുള്ള കഴിവുകളെ ദൈവനാമത്തിലും സാമൂഹിക തലത്തിലും ഒക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ശ്രദ്ധിച്ചേ, അപ്പോൾ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത് ദൈവമാണ്. രണ്ടാമത്തെ ചിന്തയാണ് നമ്മുടെ തീം വാക്യം. ഏതായിരുന്നു വാക്യം? പത്രോസിന്റെ ലേഖനം എത്രയാണ് പറഞ്ഞേ? വായിച്ചേ. 2 പത്രോസ് 2:9 വായിച്ചേ. സോറി, 1 പത്രോസ്. സോറി. ശ്രദ്ധിച്ചേ, നമ്മുടെ തീം വാക്യം ചോസൺ വൺ എന്ന് പറയുന്നൊരു പദമാണ്. അപ്പോൾ നമ്മളിൽ ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ ദൈവം നമുക്ക് തന്നു. നമ്മളെ ട്രാൻസ്ഫോം ചെയ്തത് ആരാണ്? ദൈവമാണ്. നമ്മളിൽ ദൈവം എന്ത് ചെയ്തു? ഒരു പുതിയ ഹൃദയം തന്നു. അങ്ങനെ നമ്മൾ ആരായി മാറി? ഒരു ചോസൺ വൺ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനായി മാറി. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ പത്രോസിന്റെ വാക്യത്തിനകത്ത് 2 പദം വളരെ പ്രധാനപ്പെട്ട പദമാണ്. എന്തൊക്കെയാണെന്നറിയാമോ? നമ്മൾ തീർത്ഥാടകരാണ്, പിൽഗ്രിമേഴ്സ്. രണ്ടാമത് പത്രോസ് പറയുന്നൊരു പദമുണ്ട്. എന്താണ്? അല്ലേ? ആ വാക്യത്തിനകത്ത് തന്നെ വെളിപ്പെട്ട് വരുന്നൊരു പദമുണ്ട്. എന്താണ് ആ പദം? നമ്മൾ തീർത്ഥാടകരാണ്. പിന്നെ ഉള്ള വാക്യം ഒന്ന് വായിച്ചേ. ആ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകും. നമ്മൾ അപരിചിതരാണ്, ട്രസ്പാസേഴ്സ് അല്ലെ, വഴിപോക്കർ. 2 പദങ്ങളുണ്ട്. എന്തൊക്കെയാണ് 2 പദങ്ങൾ? തീർത്ഥാടകരാണ്, വഴിപോക്കർ. ഇത് പത്രോസിന്റെ 1 പത്രോസിന്റെ ഒരു പ്രമേയമാണ്. പക്ഷെ ആ പ്രമേയത്തിൽ നിന്നിട്ട് നമ്മുടെ തീം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ചോസൺ വൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമുക്കൊരു പൂർവ്വകാലമുണ്ട്. എന്തായിരുന്നു ആ പൂർവ്വകാലം? ആ പൂർവ്വകാലത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മുടെ മുൻകാല സാഹചര്യങ്ങൾ. അതിന്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ പൂർവ്വകാലം ഇരുളടഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് സോനിസാറ് ക്ലാസ് പറഞ്ഞു, നിങ്ങൾക്കൊരു 2ാം ചാൻസ് തന്നാൽ, അല്ലേ? നമ്മുടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങളെ കുറിച്ച് തന്നെ ഒരു പടം വരയ്ക്കാനായിട്ട് പറഞ്ഞില്ലേ? അപ്പോൾ അതിനർത്ഥം എന്താണ്? നിങ്ങൾക്കൊരു 2ാമതൊരു ചാൻസ് തന്നാൽ, അതാണ് ദൈവം നമുക്ക് തരുന്ന ആ ചോസൺ വൺ എന്ന് പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. God is going to give you a second chance. ദൈവം നിങ്ങൾക്ക് ഒരു 2ാം അവസരം തരികയാണ്. 2ാം അവസരം തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ പൂർവ്വകാലത്തിലെ ഇരുളടഞ്ഞ അനുഭവം നമുക്ക് നമ്മുടെ CYF-ലൂടെ അത് പുനർജനിക്കാൻ, അത് വീണ്ടും നമ്മളിൽ എത്തിക്കാൻ, നമ്മളിൽ നാം മറന്നുപോയ കഴിവുകളെ നമുക്കൊന്ന് ഉയർത്തിയെടുക്കാനായിട്ട് CYF നിങ്ങൾക്ക് ഈ അടിമാലി സെന്ററിലുള്ള യുവജനങ്ങൾക്ക് കരം കൊടുക്കുവാൻ CYF തയ്യാറായിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചേ, പൂർവ്വകാലങ്ങളിലെ ഇരുട്ട് മാറ്റുന്ന രണ്ടാമത് അതിലെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ഭൂതകാലം എന്ന് പറയുന്നത് ചെറിയ ഭൂതകാലമല്ല. അതിന്റെ 10-ാം വാക്യം വായിച്ചേ.
ശ്രദ്ധിച്ചേ, അവിടെ പറയുകയാണ് നമുക്ക് നിന്ദ്യമായ ഒരു ഭൂതകാലമുണ്ട്. ശ്രദ്ധിച്ചേ, നമ്മുടെ കഴിവുകളെ നിരുത്സാഹപ്പെടുത്തിയ, അല്ലെ, നിന്ദ്യമായ ഒരു ഭൂതകാലം, ഇരുണ്ട ഭൂതകാലം. രണ്ട്, നിന്ദ്യമായ ഭൂതകാലം. അപ്പോൾ ഇരുണ്ട ഭൂതകാലത്തിൽ നിന്ന് വെളിച്ചം തരാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ CYF ഉണ്ട്. അപ്പോൾ God can transform you, then CYF can transform you. അപ്പോൾ ഇരുളടഞ്ഞ തലത്തിൽ ഒരു പ്രകാശം തന്ന്, പിന്നെ അത്ര സുഖകരമല്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു നിന്ദ്യമായ ഭൂതകാലം. നിന്ദ്യമായ ഭൂതകാലം നമ്മളോട് വ്യക്തിപരമായി ചോദിച്ചാൽ നമ്മളുടെ കഴിവുകളെ കുഞ്ഞുനാളിലെ നുള്ളിക്കളഞ്ഞ എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടാകും, അല്ലേ? ഞാൻ ഉദാഹരണം പറയാം. ഒരു കുഞ്ഞ് വീട്ടിൽ വളരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് എന്താണ്? എന്തായിരിക്കും? അരുത്, അല്ലേ? ഒരു കുഞ്ഞ് വീട്ടിൽ വളരുമ്പോൾ ആ കുഞ്ഞ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് എന്താ? ജോലെ, അരുത്. അവൻ കസേര കയറിയാൽ കയറരുത്, അവൻ ജനലെ കയറിയാൽ കയറരുത്, അവനൊരു പുസ്തകം എടുത്താൽ എടുക്കരുത്, ബൈബിളെ തൊട്ടാൽ എടുക്കരുത്, കീബോർഡ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ കീബോർഡെ തൊട്ടാൽ തൊടരുത്. ഇതാണ് അരുതുകളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് അവന്റെ തലയിലേക്ക് വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? സത്യല്ലേ? അരുതുകളുടെ വലിയൊരു കൂമ്പാരം. ഇവിടെയാണ് ആ അരുതുകൾ എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് CYF മുൻപോട്ട് വെക്കുന്ന ആ ചോസൻ ജനറേഷനിലേക്ക് പകർന്നു തരാൻ പറ്റുന്ന ആ ഇരുളടഞ്ഞ ഭൂതകാലത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ, നിന്ദ്യമായ ഒരു ഭൂതകാലത്തിൽ നിന്ന് പുറത്തു വരാൻ നമ്മളെ സഹായിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ, അതിന്റെ 11-ാം വാക്യത്തിൽ, ഞാൻ വേഗം നിർത്താം, 11-ാം വാക്യത്തിലൂടെ വരാം. സോറി, 10-ാം വാക്യത്തിൽ, 10-ാം വാക്യം. ശ്രദ്ധിച്ചേ, കരുണ ലഭിക്കാത്തവർ എന്ന് പറഞ്ഞാൽ ഡെഡ്ലി പാസ്റ്റ് എന്താണ് പറയുന്നത്? We had a deadly past, മരണകരമായ ഒരു ഭൂതകാലം. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇരുളടഞ്ഞ ഭൂതകാലം, നിന്ദ്യമായ ഭൂതകാലം, ഇല്ലായ്മയായി പോയ ഒരു ഭൂതകാലം. ഇവിടെയാണ് ചോസൻ ജനറേഷന്റെ പ്രത്യേകത, അല്ലെ? മരിച്ചുപോയ ഒരു മനുഷ്യനെ ഒരു പുതിയ തലത്തിലേക്ക് പിടിച്ചു നിർത്താൻ ലാസറിനെ നോക്ക്, അല്ലെ? അവന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു, ഇരുളടഞ്ഞു പോയി. ഇനി അവൻ എന്തെല്ലാം കഴിവുണ്ടെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? കാരണം he is dead. പക്ഷേ ആ മരണകരമായ ഇടത്തു നിന്ന് നമ്മുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രദ്ധിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേഗത്തിൽ നിർത്താം. അപ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയാകുക, അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട തലമുറയായി മാറിയിരിക്കുന്നു. പിന്നെ നമ്മൾക്ക് പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്നറിയാമോ? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ന്യൂ കമ്മ്യൂണിയൻ, ഒരു പുതിയ ഒരു കൂട്ടായ്മ CYF നമുക്ക് തരാൻ പോവാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? നമുക്ക് ഒത്തിരി കഴിവുകളുണ്ട്, പക്ഷേ ആ കഴിവുകൾ ഇരുളടഞ്ഞു പോയ ഇടത്തു നിന്ന്, നിന്ദ്യമായ ഭൂതകാലത്തിൽ നിന്ന്, മരണപ്പെട്ടു പോയ ഭൂതകാലത്തിൽ നിന്ന് ദൈവം നമുക്ക് CYF-ലൂടെ ദൈവം ട്രാൻസ്ഫോം ചെയ്ത് നമുക്കൊരു പുതിയ കമ്മ്യൂണിയൻ, പുതിയ കൂട്ടായ്മ, അതാണ് ചോസൻ വൺ. ശ്രദ്ധിച്ചേ, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് രാജകീയ പുരോഹിത വർഗം, പിന്നെ ഒരു ന്യൂ ക്യാരക്ടർ, പുതിയ സ്വഭാവം നമ്മൾ രൂപപ്പെടുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടു പോകരുത്. നമ്മളെ നമ്മളാക്കുന്നത് ഒത്തിരി ഘടകങ്ങളുണ്ട്. നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ കഴിവുകൾ, നമ്മുടെ സർഗാത്മകത, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിലേക്ക് നമ്മളെ യുണീക്കാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവത്തിന് മാത്രമേ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റൂ. ദൈവം ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ കൈക്ക് പിടിച്ച് സഹായിക്കാനായിട്ട് ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ചർച്ചിന്റെ യുവജന പ്രസ്ഥാനമായ CYF നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് അവരെ തീമായിട്ട് തിരഞ്ഞെടുത്തത് ചോസൻ വൺ. ഇരുളടഞ്ഞു പോയ ഭൂതകാലത്തിൽ എൻ്റെ കഴിവുകളും
അതോടുകൂടെ ഇരുളടഞ്ഞു എന്ന് വിചാരിച്ച ഇടത്ത് ഇന്നെനിക്ക് പുതിയൊരു വെളിച്ചം ഈ CYF നൽകുകയാണ്. നിന്ദ്യമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു അല്ലേ? എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? സത്യമല്ലേ? നമ്മൾ നിന്ദിക്കപ്പെട്ട എത്രയോ അനുഭവങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ, നമ്മുടെ സഹപാഠിയിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ നിന്ദ്യമായ അനുഭവം നമുക്ക് പറയുവാനുണ്ട്. ശ്രദ്ധിച്ചേ, നിന്ദ്യമായ പാസ്റ്റ് അല്ലേ? ഇപ്പോൾ പറയുകയാണ് അത് മരിച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നിന്നാണ് ദൈവം നമ്മളെ ട്രാൻസ്ഫോം ചെയ്ത് വേറൊരു തലത്തിലേക്ക് നമ്മളെ മാറ്റുന്നത്. ദൈവത്തിന് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മളെ ട്രാൻസ്ഫോം ചെയ്തത് എന്താണെന്നറിയാമോ? ആ ട്രാൻസ്ഫോം ചെയ്ത ഒരു ടൂളാണ്. കൊലോസ്യ ലേഖനം 1:6 വേഗത്തിൽ വായിച്ച് കൺക്ലൂഡ് ചെയ്യാം. കൊലോസ്യ ലേഖനം 1:6. ശ്രദ്ധിച്ചേ, നമ്മളെ ട്രാൻസ്ഫോം ചെയ്തത് ദൈവമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ട്രാൻസ്ഫോം ചെയ്തത് നിത്യമായ സുവിശേഷമാണ്. ഈ സുവിശേഷം എന്ന ടൂളാണ് നമ്മളെ പിന്നെ എന്ത് ചെയ്തത്? ട്രാൻസ്ഫോം ചെയ്ത് മാറ്റുന്നത്. ഈ സുവിശേഷം യുവജനങ്ങളായ നമ്മൾ പറഞ്ഞതിന് ദൈവത്തിന് സ്വന്തം പറയണം. സ്വന്തം പറഞ്ഞേ അല്ലേ? നമ്മളെ ട്രാൻസ്ഫോം ചെയ്തത് ദൈവമാണ്. CYF ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നു. മാത്രമല്ല, നമ്മളെ സമ്പൂർണമായി ട്രാൻസ്ഫോം ചെയ്യുന്നത് സുവിശേഷമാണ്. ശ്രദ്ധിച്ചേ, ഈ സുവിശേഷം ലോകത്ത് എല്ലാവരും പറയുന്നത് പോലെ നിങ്ങളുടെ അടുക്കലും എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മള് ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത. യേശു എൻ്റെ പാപത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എൻ്റെ ജീവിതത്തിന് ഒരു രൂപാന്തരം വരുത്തിയിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ മകനായി മാറിയിരിക്കുന്നു, മകളായി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മളിലുള്ള ആ യുണീക്നെസ്സിനെ ഏറ്റവും കൂടുതൽ കൈപിടിച്ചുയർത്തിയത് ദൈവമാണ്, CYF ആണ്. മാത്രമല്ല, പിന്നെ സുവിശേഷവുമാണ്. അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ സുവിശേഷമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഇനി ഈ സുവിശേഷം നമ്മളെ രൂപാന്തരപ്പെടുത്തിയതുപോലെ നിങ്ങളും നിങ്ങളുടെ സ്കൂളിലെ സുഹൃത്തുക്കളോട് ഈ യേശുവിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറയാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുള്ളവർക്ക് ഒന്ന് കൈ ഉയർത്തിയാണ്. വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് അല്ലേ? ശ്രദ്ധിച്ചേ, ഇത് നമ്മുടെ ഒരു ദൗത്യം കൂടെയാണ്. മനസ്സിലായോ? നമുക്ക് എന്തുണ്ട്? യുണീക്നെസ് ഉണ്ട്. നമ്മൾ അതുല്യരാണ്, നിസ്തുല്യരാണ്. പക്ഷേ ഈ യേശു എനിക്ക് മാറ്റം വരുത്തിയിട്ട് നമുക്ക് എത്ര പേർക്ക്, എൻ്റെ സുഹൃത്തിനോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ കുഞ്ഞനുജന്മാരോട്, നമ്മുടെ ജ്യേഷ്ഠ സുഹൃത്തുക്കളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് എത്ര പേർക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാം, നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് രൂപാന്തരം വന്നെങ്കിൽ അല്ലേ? പ്യൂപ്പയുടെ കാര്യം പറഞ്ഞു, കാറ്റർപില്ലറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ചിത്രശലഭത്തെ കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം വിവിധ പരിണാമ മാറ്റങ്ങൾ, രൂപാന്തരങ്ങളാണ്. ശ്രദ്ധിച്ചേ, നിങ്ങളെയും നിങ്ങളുടെ കഴിവിനെയും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്, സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്, സഭയിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ നിങ്ങൾ വ്യത്യസ്തരാണ്. നിങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ വളരെ ഗൗരവമുള്ളതാണ്. എന്നേക്കാൾ കഴിവുള്ളവരാണ് നിങ്ങൾ, നിങ്ങളെക്കാൾ കഴിവുള്ളവരാണ് മറ്റൊരാൾ എന്ന തിരിച്ചറിവിലേക്ക് ഈ ക്ലാസുകൾ നന്നായി മുൻപോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.